പാലാ കൊട്ടാരമറ്റം ബസ് സ്റ്റാൻഡിൽ SFI DYFI പ്രവർത്തകർ നടത്തിയ ആക്രമണത്തിൽ പ്രതിഷേധിച്ചുകൊണ്ട് തൊഴിലാളികൾ നടത്തുന്ന സമരത്തിനിടെ ഒറ്റയടിക്ക് 100ഓളം തൊഴിലാളികൾ CITUവിൽ നിന്നും INTUCയിൽ നിന്നും രാജിവെച്ചുകൊണ്ട് BJPയുടെ തൊഴിലാളി സംഘടനയായ BMSൽ ചേർന്ന് പ്രവർത്തിക്കാനായി തീരുമാനിച്ചതിന്റെ ഞെട്ടലിലാണ് മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ ഇപ്പോഴുള്ളത്. ഒറ്റയടിക്ക് ഇത്രയും തൊഴിലാളികളെ നഷ്ടപ്പെട്ടതിന് തങ്ങൾക്ക് വലിയ തിരിച്ചടിയായി തന്നെയാണ് നേതൃത്വം വിലയിരുത്തുന്നത്. കൂടുതൽ പേർ വരും ദിവസങ്ങളിൽ BMSൽ ചേർന്ന് പ്രവർത്തിക്കുമെന്ന സൂചനയാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. CITU, INTUC സംഘടനകളോടുള്ള കടുത്ത അതൃപ്തിയാണ് ഇപ്പോഴുള്ള ഈ കൂട്ടമാറ്റത്തിന് പിന്നിൽ. വർഷങ്ങളായി കൊടിപിടിക്കുന്ന അണികളെ പോലും സംരക്ഷിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ എന്തിന് ഇത്തരം സംഘടനകളിൽ പ്രവർത്തിച്ചുകൊണ്ട് ചോര നീരാക്കണമെന്ന് BMSൽ ചേർന്ന പ്രവർത്തകർ തന്നെ ചോദിക്കുന്നുണ്ട്. തങ്ങളുടെ ഏറ്റവും വിശ്വസ്തരായ അനുയായികൾ കൊഴിഞ്ഞുപോയത് യൂണിയന് കനത്ത തിരിച്ചടിയായി മാറിയിട്ടുമുണ്ട്. 100 കണക്കിന് അനുയായികൾ കൊഴിഞ്ഞുപോയ വാർത്തയോട് പ്രാദേശിക യൂണിയൻ നേതാക്കൾ പ്രതികരിച്ചത് പഴയ ശൈലിയിലുള്ള പലതരം ന്യായീകരണങ്ങളുമായാണ്. പോയവർ യഥാർത്ഥ തൊഴിലാളികളല്ല എന്നും അവർ BJPയുടെ ചാരന്മാരാണെന്നും തങ്ങളുടെ നേതാവ് ഫേസ്ബുക്കിൽ ശക്തമായ പ്രതിഷേധം അറിയിച്ചിരുന്നു എന്നിങ്ങനെയുള്ള നിലവിലെ യാഥാർത്ഥ്യവുമായി ബന്ധമില്ലാത്ത പ്രതികരണങ്ങളാണ് ഇക്കൂട്ടർ നടത്തിവരുന്നത്. അണികളുടെ വിശ്വാസം പൂർണ്ണമായും നഷ്ടമായതോടെ കോൺഗ്രസ് CPM യൂണിയൻ ഓഫീസുകൾ ഇപ്പോൾ ഒരുതരം ശൂന്യതയിലാണ്. പാലയിലെ തൊഴിലാളികളുടെ ഈ കൂട്ട യൂണിയൻ മാറ്റം CPMന്റെയും കോൺഗ്രസ് പാർട്ടിയുടെയും സംഘടനാപരമായ വലിയ പരാജയത്തെയാണ് സൂചിപ്പിക്കുന്നത്. മാറ്റത്തിന് പിന്നിൽ തൊഴിലിടത്തെ സുരക്ഷ ഉറപ്പാക്കുമെന്ന BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറിന്റെ ഉറപ്പെന്ന് തൊഴിലാളികൾ പ്രതികരിക്കുന്നുമുണ്ട്. സമരമുഖത്ത് നിന്നുകൊണ്ടാണ് രാജീവ് ചന്ദ്രശേഖർ തൊഴിലാളികൾക്ക് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചത്. ഗുണ്ടായിസം അനുവദിക്കില്ല എന്നും നിങ്ങളുടെ നീതി നടപ്പാക്കാൻ BJP ഒപ്പമുണ്ടാകുമെന്നും അദ്ദേഹം പറഞ്ഞ ഒറ്റ വാക്ക് തൊഴിലാളികൾക്കിടയിൽ പെട്ടെന്ന് തന്നെ വിശ്വാസം വളർത്തി. വർഷങ്ങളായി തങ്ങളുടെ യൂണിയനുകൾ നൽകാതിരുന്ന ഒരു അടിയന്തര പരിഹാരം BJPയിൽ നിന്ന് ലഭിച്ചതോടെ തൊഴിലാളികൾ കൂട്ടമായി BMSൽ ചേർന്നു. ഇത്രയും കാലം പൂട്ടിക്കിടന്ന നീതിയുടെ വാതിൽ BJPക്ക് എങ്ങനെ തുറക്കാനായി എന്ന് CPMും കോൺഗ്രസും ഒരുപോലെ അന്തം വിട്ട് ആലോചിക്കേണ്ടിയിരിക്കുന്നു. ഇത് തരംഗമായി മറ്റിടങ്ങളിലേക്കും പടരുമെന്ന ആശങ്കയിലാണ് ഇപ്പോൾ CPMും കോൺഗ്രസും ഉള്ളത്. ഈ മാറ്റം കേരളത്തിലെ രാഷ്ട്രീയ യൂണിയൻ രംഗത്ത് വലിയ കൊടുങ്കാറ്റിന് തിരികൊളുത്തിയിരിക്കുകയാണ്.